വെൽക്കം ബാക്ക്. അപ്പം മോർണിംഗ് വാക്കിന്റെ ആദ്യഘട്ടം പിന്നിടുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവുന്നു, 6:34. അപ്പോൾ ഒരു അപകട വാർത്ത ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എരമത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. 2 ബൈക്കുകളിൽ സഞ്ചരിച്ച 6 പേരാണ് അപകടത്തിൽപ്പെട്ടത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. 2 ബൈക്കിലായി 6 പേർ എന്ന് പറയുമ്പോൾ മനീഷ്, അതിൽ എന്താണ് കൂടുതൽ ആളുകൾ കയറിയിട്ടുണ്ട് ആ ബൈക്കിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു, എപ്പോഴാണ് ഈ അപകടം? പ്രജിൻ, ഇന്നലെ ഈ മാന്നാറിലൊരു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഈ 2 കൂട്ടര് ഒരേ ദിശയിൽ തന്നെ പോകുന്ന 2 ബൈക്കുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം ഉണ്ടായത്. ഈ വാഹനത്തിൽ 2 ബൈക്കുകളിലായി ട്രിപ്പിൾസ് ആയിരുന്നു. പലർക്കും ഹെൽമെറ്റ് കൂടിയില്ലായിരുന്നു എന്നുള്ള വിവരമായിരുന്നു. ഈ ചെന്നിത്തല സ്വദേശികളായിട്ടുള്ള വിഷ്ണു, സന്ദീപ്, വിജിത്ത്, അരുൺ, അച്ചു എന്നിവർക്കാണ് 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഒരാൾ മരിച്ചത് ചെന്നിത്തല 1-ാം വാർഡ് പറയങ്കേരി കാരാത്തറയിൽ പുത്തൻ വീട്ടിൽ അജിത്തിന്റെ മകൻ 23 വയസ്സുള്ള ജഗനാണ് മരിച്ചത്. എല്ലാവരും 6 പേരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ആദ്യം എത്തിച്ചത്. പക്ഷേ ജഗനെ അവിടെ എത്തിക്കുന്ന സമയത്ത് തന്നെ മരിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആ 2 പേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ, വിഷ്ണു എന്നിവരുടെ പരിക്കാണ് ഗുരുതരമായി തുടരുന്നത്. രാവിലെയും ഇവരുടെ ആരോഗ്യനിലയിൽ മെച്ചപ്പെട്ടിട്ടില്ല. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ 2 പേരെയും പരുമലയിൽ സ്വകാര്യ ആശുപത്രി വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി 3 പേർക്ക് ആരോഗ്യനിലയിൽ അത്ര കുഴപ്പമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യെസ്, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു അപകട വാർത്ത, ഒരു ജീവൻ കൂടി നിരത്തിൽ പൊലിയുന്നു. നിയമലംഘനം കൃത്യമാണ് അതിനകത്ത്. കാരണം 2 ബൈക്കുകളിൽ 4 പേര് സഞ്ചരിക്കേണ്ട സ്ഥാനത്ത് 6 പേര് സഞ്ചരിച്ചു. മാത്രവുമല്ല, അവർക്ക് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല. അവർ സ്വന്തം തലയ്ക്ക് വില കൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും അത് പാലിക്കപ്പെടുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വൈകി വന്ന പ്രേക്ഷകരോടെ പറയുകയാണ്. ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിരിക്കുന്നത് ഈ ചോറ്റാനിക്കര പഞ്ചായത്തിലുള്ള കെ കരുണാകരൻ റോഡ് വാക്ക് വേയിലാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ നടത്തം. ഒരു റൗണ്ട് നമ്മൾ ഒരു സ്ട്രെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ്. ഇവിടെ ഒരു നല്ലൊരു ഫുട്ബോൾ മൈതാനമൊക്കെ ഉണ്ട്. അപ്പുറത്തിപ്പോൾ ഇന്ന് പാടമാണ്. അതിപ്പോൾ കളിസ്ഥലമായിട്ട് ഉപയോഗിക്കുകയാണ്. അവിടത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു ചെറിയ വഴിയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്തൊരു വാർത്ത കൂടി പോവാം അല്ലേ? ഒരു തീപിടുത്തത്തിന്റെ വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. വർക്കല ഇടവ മാന്തര ക്ഷേത്രത്തിൽ തീപിടുത്തം. ശിവരാത്രി ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ നിർമ്മിച്ച ഓല ഷെഡിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി ആ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്ന് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ അജീഷിനോട് ചോദിക്കാം. അജീഷ്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? പ്രജിൻ, എന്തായാലും ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ഇന്നലെ പ്രത്യേക പൂജകളും ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടം തന്നെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് പുലർച്ചെയോടെ വെടിക്കെട്ട് നടത്തിയിരുന്നു. വെടിക്കെട്ട് നടത്തിയ സമയത്താണ് അതിൽ നിന്ന് തീപ്പൊരി വീണ് ഈ ക്ഷേത്രത്തിന് മുന്നിലായി കെട്ടിയിരുന്ന ഓലപ്പുര ഇതിന് മുകളിലേക്ക് വീണത്. ഇതോടെ ഇതിന് തീ പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. വർക്കലയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നതിന് മുന്നേ തന്നെ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കൊണ്ട് ആർക്കും കാര്യമായ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് പോകാതെ അത് അങ്ങനെ അവസാനിച്ചത്. ക്രിസ്ത്യൻ ചേച്ചി, ഞാനേ ഈ വാക്ക് വേയിൽ കണ്ട ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഒരുപാട് മരങ്ങൾ, ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് വെള്ളം നനയ്ക്കാനായിട്ട് ഇവിടെ ഒരു സംവിധാനമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. എല്ലാ ഈ പറയുന്ന മരങ്ങളിലും ചുവട്ടിൽ ഇങ്ങനെ ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് തോന്നുന്നു കൃത്യമായ സമയത്ത് ഇതിലേക്ക് വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയൊക്കെയാണ് അതിന് കൃത്യമായിട്ട് വെള്ളം ഇത്ര നേരത്തേക്ക് കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നു. അത് ഈ ഒറ്റ ചെടിക്ക് മാത്രമല്ല, ഈ വാക്ക് വേയിൽ നട്ടിരിക്കുന്ന എല്ലാ മരങ്ങളിലും എല്ലാ ചെടികളിലും ഇതുപോലൊരു പൈപ്പിംഗ് സംവിധാനമുണ്ട്. അടിപൊളി. ശരിയായ അളവില് വെള്ളം ഓരോ ചെടിക്കും കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. അപ്പം അത് ഒരേപോലെ യുണീക്കായിട്ട് കിട്ടുന്നുള്ളതാണ്. അതിങ്ങനെ ചെറിയൊരു പൈപ്പിംഗ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. എല്ലാം അങ്ങനെ നമ്മള് എന്താ പറയുന്നത്, മനുഷ്യര് ഓർത്ത് ചെയ്യുന്നതൊക്കെ ഇപ്പോ ഇത്തരത്തിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാം. എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ശിവരാത്രി ആയിരുന്നു കഴിഞ്ഞ ഒരു രാത്രി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ബലിതർപ്പണ ചടങ്ങുകൾ പലയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. അത് പുരോഗമിക്കുന്നു എന്ന വാർത്ത അറിയുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ശിവരാത്രി വിളക്കിന് ശേഷമുള്ള ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറത്ത് വലിയ
ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് അശ്വിൻ പാലാഴി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കുംഭമാസത്തിലെ അമാവാസി ദിവസമായി ഇന്ന് രാവിലെ 10 മണിവരെ ബലിതർപ്പണം നടത്താം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 116 ബലിത്തറകളാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. 5 ലക്ഷത്തിലധികം ഭക്തർ മണപ്പുറത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മളും കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അവിടെ. ഇന്ന് 5 ലക്ഷത്തോളം ഭക്തർ അവിടെ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ്, എങ്ങനെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? കൃഷ്ണ പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആളുകളുടെ തിരക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ അമാവാസി ദിനത്തിലെ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ആളുകളുടെ വലിയ ഒഴുക്ക് ഈ പെരിയാറിന്റെ തീരത്തെ ആലുവ മണപ്പുറത്തേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ മണപ്പുറം. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാം എത്രത്തോളം തിരക്ക് ഈ പുലർക്കാലത്ത് പോലും അമ്പലത്തിലുണ്ട് എന്നുള്ളത്. മണപ്പുറം തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ആലുവ പാലത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ബലിതർപ്പണമൊക്കെ ചെയ്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകളുണ്ട്. എന്തായാലും വലിയ തിരക്കുണ്ട്. ഏകദേശം 2000-ഓളം പോലീസുകാരാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനായി ആലുവ മണപ്പുറത്തിൻ്റെയും ആലുവ ടൗണിൻ്റെയും ഒക്കെ വിവിധ പ്രദേശങ്ങളിലായി ഉള്ളത്. ഒപ്പം ഇന്നിപ്പോൾ 116 ബലിത്തറകളാണ് ദേവസ്വം തന്നെ ഈ ഭക്തർക്ക് വേണ്ടി ഒരുക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ എത്തിയാലും അവർക്ക് കൃത്യമായി അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള ഒരു സൗകര്യം അത് കൃത്യമായി തന്നെ ഇടപെട്ട് അത് നടത്തിയിട്ടുണ്ട്. 300-ഓളം കാർമ്മികരാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. ഒപ്പം ഇപ്പോൾ ആലുവ ഈ പെരിയാറിൽ നല്ല ഒഴുക്കുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അപകടരഹിതമായൊരു തീർത്ഥാടനത്തിന് വേണ്ടി കൃത്യമായ ഇടപെടൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പരിരക്ഷ അടക്കം നൽകിക്കൊണ്ട് എല്ലാ വിധത്തിലും ക്രമീകരണങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടുള്ളൊരു ബലിതർപ്പണമാണ് ഇപ്പോൾ നടത്തുന്നത്. അമാവാസി ദിനമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേക ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് രാവിലെ 8:30 ആരംഭിക്കും. ഏതായാലും തിരക്ക് അഭൂതപൂർവമായി തുടരുകയാണ്. ക്രിസ്റ്റീന പ്രജിൻ, ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അശ്വിൻ പാലാഴിയാണ് ആലുവ മണപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്. വലിയ തിരക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ 10 മണിവരെയാണ് ഈ ചടങ്ങുകളൊക്കെ, ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ നമ്മൾ പോയപ്പോൾ നല്ല തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി തിരക്കാണ് ഇന്നുണ്ടാകുന്നത്. ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും പ്രജൻസി കണ്ണൻ എനിക്ക് വാങ്ങിച്ചു തന്നില്ല എന്ന കാര്യം കൂടി. കടകളിൽ നിന്ന് പല സാധനങ്ങളും വാങ്ങിച്ചു തരാൻ ഞാൻ അവിടെയും ഇവിടെയും കഴിച്ചുകൊണ്ടി ആവശ്യപ്പെട്ടപ്പോഴും ഇദ്ദേഹം ഒന്നും വാങ്ങി തന്നില്ല. അവിടെ ആ സമയത്ത് നമ്മൾ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് കൃത്യസമയത്ത് തിരികെ ഓഫീസ് എത്താൻ പറ്റി. ഇനി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ തിരക്കില്ലാത്ത കുറെ ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രേക്ഷകരെ കേട്ടോ, എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തന്നില്ലെങ്കിൽ താങ്കളെ ഇപ്പൊ നമുക്ക് ഈ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒന്നുകൂടെ മറ്റൊരു വയലാണത്. അവിടുത്തെ ഒരു മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങ് അവിടെ നല്ല കോട ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഹരിതാഭ, അതിപ്പോ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഹരിതാഭയ്ക്കിടയിൽ വെള്ള മുത്തുകൾ പതിപ്പിച്ചതുപോലെ കൊറ്റുകൾ കണ്ടോ നടന്നു പോകുന്നത്? നല്ല രസമില്ലേ? എഴുതുന്നു ഇങ്ങനെ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അടുത്തൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്നിട്ട് നമുക്ക് ബർത്ത്ഡേനെ കാര്യങ്ങളൊക്കെ പറയാം. ബർത്ത്ഡേ വിഷസ് ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച അതിനു മുമ്പ് നമുക്ക് വയനാട്ടിലേക്ക് പോകണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു. ആണോ? ഓക്കെ, എന്നാ ആ വാർത്തയിലേക്ക് ആദ്യം പോകും. ഓക്കെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട UDF-ന്റെ പ്രത്യക്ഷ സമരം ഇന്നു മുതൽ ആദ്യഘട്ടമായി ടി സിദ്ദിഖ് MLA കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ ഉപവാസം നടത്തും. സണ്ണി ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്യും. രാവിലെയാണ് സമരം തുടങ്ങുക. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാളെ UDF വയനാട് കളക്ടറേറ്റ് വളയും. ET മുഹമ്മദ് ബഷീർ MP ഉപരോധം ഉദ്ഘാടനം ചെയ്യും. അതേസമയം പുനരധിവാസവുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ റവന്യൂ മന്ത്രി K രാജനും നാളെ ജില്ലയിലെത്തും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയിലേക്കാണ് അല്ലേ? അതെ. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പുതിയ മദ്യനയം ഇന്നത്തെ യോഗത്തിൽ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ഡാമുകളിലും ജലാശയങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. വയനാട്ടിലെ ബാണാസുര അണക്കെട്ടിൽ നേരത്തെ പൈലറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ വാസയോഗ്യമല്ലാത്ത പ്രദേശത്ത് കൂടി വീടുകളിലേക്ക് പോകേണ്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കുമെന്ന് അറിയുന്നു. ഇനി ഈ സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് വാർത്ത എന്ന് കുറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കൊടുക്കണ്ടേ? ഏതാണ്ട് ആ സമരം തീർന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അല്ലേ? എന്നാൽ സിനിമാ സമരവുമായി മുന്നോട്ടു പോകാൻ ഫിലിം ചേംബർ ഉണ്ട്. സിനിമാ വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും നിർണായക യോഗങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മാർച്ച് ആദ്യവാരം സൂചനാ പണിമുടക്ക് നടത്താനാണ്
ആലോചിക്കുന്നത്. തീയതി തീരുമാനിക്കാൻ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകളുടെ യോഗം ഉടൻ ചേരും. മാർച്ച് 25-ന് ശേഷം പുതിയ സിനിമകളുമായി കരാറിൽ ഏർപ്പെടരുത് എന്ന് ഫിലിം ചേംബർ സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ റിലീസ് തീയതിയായ മാർച്ച് 27-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന വാർത്തകൾ ഫിലിം ചേംബർ തള്ളുന്നുമുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഈ നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഈ ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള തർക്കവുമൊക്കെ അതൊക്കെ സമവായത്തിലെത്തി അത് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോഴും ഫിലിം ചേംബർ അവരുടെ ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ സമരം തുടരുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിലും ചർച്ചകൾ നടക്കട്ടെ, സമരം തീരണല്ലോ അല്ലേ? അതെ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ തീരട്ടെ. പക്ഷെ നമ്മൾ വത്തിക്കാനിലേക്ക് പോയാൽ അവിടെ നിന്ന് നമുക്കൊരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ CT സ്കാൻ എടുത്തിരുന്നു. അതിന്റെ പരിശോധന ഫലം വന്നു. അപ്പോൾ അതിലെ ശ്വാസകോശത്തിലെ ആ ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. വൃക്കകളുടെ തകരാറിന് അത് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതൊരു ആശ്വാസകരമായ വാർത്തയാണല്ലേ? വിശദമായ റിപ്പോർട്ടിലാണ്. ന്യൂമോണിയ ബാധിതനായി ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി വത്തിക്കാൻ. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ കുറഞ്ഞെന്നും ഓക്സിജൻ സഹായത്തോടെ ചികിത്സ തുടരുന്നുവെന്നും വത്തിക്കാൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച റോമിലെ ജെമല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് 13-ാം ദിവസമാണ് ആശുപത്രിയിൽ തുടരുന്നത്. ഡോക്ടർ സെർഗയോ ആൽഫേറിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ് മാർപ്പാപ്പ. ലോകത്താകെ 1.4 ബില്യൺ വിശ്വാസികളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി പ്രാർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ ഒരുപാട് ബർത്ത്ഡേ വിഷസ് നമ്മുടെ കമന്റ് ബോക്സിൽ കാണാം. അപ്പോൾ ഇന്ന് ജന്മദിനം ആശംസിക്കുന്ന എല്ലാവർക്കും വിഷസ് അറിയിക്കുന്നു. അപ്പം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ചില പേരുകളിലേക്ക് നമുക്ക് പോകാം അല്ലേ? ആദ്യം നമുക്ക് 3 പേരുടെ പേര് പറയാം. ഒന്നാമത് കെൻസ ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ. യെസ് ഡിയർ കെൻസ ഫാത്തിമ. മറ്റൊന്ന് സുഭാഷ് ആണെന്ന് അല്ലേ? അതെ, സുഭാഷ് ആണ്. പിന്നെ 3-ാമത്തെ ആൾ നമ്മുടെ മുഹമ്മദ് നൈഫ് PS. ഒരു ചെറിയ മോനാണ്, സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ 3 പേർക്കും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഒരെണ്ണം കൂടി ഉണ്ട്. അമ്മച്ചിക്ക് ഇന്ന് ബർത്ത്ഡേ ആണ് എന്ന് പറയുന്നു മക്കള്. റസിയ അജിത് എന്നാണ് പേര്. അപ്പൊ അമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ മക്കളെ നല്ലപോലെ ഇത്രയും സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ വളർത്ത ഒരുപാട് കാലം ജീവിച്ചിരിക്കട്ടെ, ഒരുപാട് സന്തോഷം തരട്ടെ. ഇനിയുണ്ട് ചില വിഷയമൊക്കെ, നമുക്കത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് തരാം. അപ്പോൾ മറ്റൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ച ശേഷം നമുക്ക് തിരികെ എത്താം അല്ലെ? ഏറെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ, കോളിടക്കമുണ്ടാക്കിയ മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അന്തിമവാദം പൂർത്തിയായ കേസിൽ എന്ത് വിധി പറയും എന്ന് ഇന്നറിയാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു. നിലമ്പൂരിൽ വെച്ച് നടന്ന കൊലപാതകത്തിൽ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്തതിനാൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. 15 പ്രതികളാണ് കേസിലുള്ളത്. ഒരു പുരസ്കാര വാർത്തയാണ്. ഈ വർഷത്തെ N. രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ ശബാന ആസ്മി ഏറ്റുവാങ്ങി. ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയിൽ ശശി തരൂർ MP ആണ് അവാർഡ് സമ്മാനിച്ചത്. പ്രമുഖ പത്രപ്രവർത്തകൻ N. രാമചന്ദ്രന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച N. രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരമാണ് ശബാന ആസ്മിക്ക് സമ്മാനിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും 24 എഡിറ്റർ ഇൻചാർജുമായ PP ജെയിംസ് സ്വാഗതം പറഞ്ഞു. സംഘടനാ പ്രസിഡന്റും കവിയുമായ പ്രഭാവർമ്മ അധ്യക്ഷത വഹിച്ചു. മുൻഷി സെക്രട്ടറിയും പ്രമുഖ കവിയുമായ K. ജയകുമാർ K. രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 24 തിരുവനന്തപുരം. നമുക്കൊന്നുകൂടെ കമന്റ് ബോക്സിലേക്ക് വരാം. നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ആശു ചേച്ചി പറയുന്നുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷക നിർമ്മല ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ മോന്റെ പേരെന്താന്ന് പറയുന്നില്ല. പേരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷയാലോ, എന്താണ് പ്രശ്നം? നീതു ജോർജ് പറയുന്നു, അയ്യേ പ്രജിനാണോ കൊച്ചുകുട്ടിയും? നീതു ജോർജ്. അപ്പൊ രജിത്ത് കേസ് പറയുന്നു, 2 പേരും ഓരോ ബലൂണും PP വാങ്ങിക്കോ, എന്റെ പേര് പറഞ്ഞാൽ മതി. പേരെന്താണ്? രജിത്ത് കേസ്. പറയട്ടാ. അതെ, അപ്പോ എനിക്ക് PP ആയാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇന്ന് ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ എന്ന് പറഞ്ഞൊരു കമന്റ് ബോക്സ്, ഒരു ID എന്ന് വന്നൊരു കമന്റ് ആണ്, നിങ്ങൾ ഇനി അതിന്റെ പേരിൽ തർക്കിക്കേണ്ട, രണ്ടും കൂടി എനിക്ക് തന്നാൽ മതി. അതെ, കാരണം കഴിഞ്ഞ ഇടവേള എന്ന് പറയുന്നത് ഇവിടെ ഇടിവേളയായിരുന്നു, നല്ല ഇടിയായിരുന്നു. അപ്പോ ടെക് സാജു, അതൊരു നല്ലൊരു കാര്യമാണ്. അത് നമ്മുടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നിങ്ങൾ 2 ആളും ഒന്നും വാങ്ങണ്ട, ജില്ലാ സമ്മേളനം വരട്ടെ, 2 ആൾക്കും ഞാൻ വാങ്ങിത്തരാം ട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാങ്ങിത്തരണം, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഓക്കെ,
യെസ്, നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാം അല്ലെ. ഗോഡ്സെയെ പ്രകീർത്തിച്ച് NIT പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയാണത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് SFI കോഴിക്കോട് NITയിലേക്ക് മാർച്ച് നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ DYFI NITയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഗോഡ്സെയെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് ഷൈജ ആണ്ടവന് ഡീൻ പദവി ലഭിച്ചതെന്ന് DYFI ആരോപിച്ചിരുന്നു. NITക്ക് മുന്നിൽ കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിക്കും. യെസ്, അപ്പോൾ നമുക്ക് ഇനി എല്ലാവരും ചോദിക്കുന്നു, നമ്മുടെ രഞ്ജി ട്രോഫിയെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ, കേരളം എന്താണ് ഇന്നത്തെ പ്രതീക്ഷ നമുക്ക് ചോദിക്കണം. അപ്പോൾ നമുക്ക് കായിക വാർത്തകളിലേക്ക് പോകാം. സ്പോർട്സ്. അങ്ങനെ രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയെ എറിഞ്ഞിടാൻ കേരളം ഇന്നിറങ്ങും. 4 വിക്കറ്റിന് 254 റൺസ് എന്ന നിലയിലാണ് രണ്ടാം ദിനം വിദർഭ ബാറ്റിംഗ് പുനരാരംഭിക്കുക. 137 റൺസുമായി ഡാനിഷ് മാലേവാർ ക്രീസിലുണ്ട്. കരുൺ നായരുമായി ചേർന്ന് മാലേവാറിന്റെ 4ാം വിക്കറ്റിലെ 215 റൺസ് കൂട്ടുകെട്ടാണ് വിദർഭയ്ക്ക് ആദ്യ ദിനം ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. അതേസമയം 1ാം ദിനത്തെ മത്സരം തീരാൻ ഏതാനും ഓവറുകൾ ബാക്കിയുള്ളപ്പോൾ ഈ കൂട്ടുകെട്ട് പൊളിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരളം. അപ്പൊ കേരളം പൊളിക്കട്ടെ, ഇനി ബാക്കിയുള്ള വിക്കറ്റുകൾ പെട്ടെന്ന് എറിഞ്ഞിരട്ടെ, എന്നിട്ട് നമ്മുടെ ബാറ്റിംഗ് അതിനായി കാത്തിരിക്കുകയാണ്. നമ്മുടെ അനിൽ വാസുദേവ് ഇവിടെയാണല്ലോ, നാഗ്പൂരിലാണല്ലോ. അപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകൻ, പേര് ഞാൻ മറന്നുപോയി, പ്രേക്ഷകൻ പറഞ്ഞു അനിൽ വാസുദേവിന്റെ നാടായ മായന്നൂർ പാലത്തിൽ നിന്ന് ഒരു മോർണിംഗ് വാക്ക് നടക്കണമെന്ന്. അപ്പൊ ഇതുവരെ അനിൽ വാസുദേവ് നമ്മളോടൊന്ന് പറഞ്ഞില്ല, പക്ഷെ അനിലിന്റെ നാട്ടുകാർക്ക് അത്തരത്തിലൊരു സ്നേഹമുണ്ട്. യെസ്, ഇനി നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയുടെ അപ്ഡേറ്റ് കൂടെ നോക്കാം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്തായി എന്ന വാർത്ത, അത് ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിപ്പിച്ച വാർത്തയാണ്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനോട് 8 റണ്ണിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടത്. 326 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 317 ഓൾ ഔട്ട് ആയിരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ആ പോരാട്ട വീര്യം നോക്കുക. 177 റൺസ് എടുത്ത ഇബ്രാഹിം സർദാന്റെ മികവിലാണ് അഫ്ഗാനിസ്ഥാൻ മികച്ച ടോട്ടലിൽ എത്തിയത്. മറുപടി ബാറ്റിംഗിൽ ജോ റൂട്ട് സെഞ്ചുറി നേടി പിടിച്ചു നിന്നെങ്കിലും ഇംഗ്ലണ്ടിനെ വിജയത്തിലെത്തിക്കാനായില്ല. അഫ്ഗാനിസ്ഥാനായ അസ്മത്തുള്ള ഒമർ സായി 5 വിക്കറ്റ് നേടി. അടുത്ത കളിയിൽ ഓസ്ട്രേലിയയോട് വിജയിച്ചാൽ അഫ്ഗാനിസ്ഥാന് സെമിയിൽ കയറാം. ഇന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും. സെമി സാധ്യതയില്ലെങ്കിലും ആശ്വാസ ജയം തേടിയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. അപ്പോൾ ക്രിക്കറ്റ് തന്നെ, മാന്യന്മാരുടെ കളി എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് തന്നെ കൊണ്ടുവന്ന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു എന്നത് വലിയൊരു വാർത്തയാണ്. അല്ല, ജെന്റിൽമാൻസ് ഗെയിം എന്നാണല്ലോ അത് അറിയപ്പെടുന്നത്. മേലാൽ പ്രജൻസി കണ്ണൻ ക്രിക്കറ്റ് കളിക്കരുത്. ഓക്കെ. അപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ സുധിയുടെ ക്യാമറയിൽ ഒരു തത്ത പതിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ വിഷ്വൽ ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാം. അപ്പൊ തത്തയൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അതെ, പക്ഷെ ആ വാഴയിലകൾക്കിടയിൽ നിന്ന് ഒരു പറ്റം പച്ചപ്പനന്തത്തകൾ എന്ന പാട്ട് പാടാം. പാട്ട് കേട്ടപ്പോ മാറിപ്പോയി. പക്ഷെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, നല്ല സംഗീതാസ്വാദകനായ അല്ലെങ്കിൽ ആസ്വാദകയായ ഒരു തത്ത അവിടെ ഇരിപ്പുണ്ട്. റെയർ ആയിട്ടുള്ള പക്ഷികളെ, റെയറല്ല, തത്തകളൊക്കെ നേരിട്ട് കണ്ടിട്ട് കുറേയായി. ഈ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ഇത്തരം പക്ഷികളൊക്കെ അപ്രത്യക്ഷമാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ പച്ചപ്പനന്തത്തെ കണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞു ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ പുതിയ അപ്ഡേറ്റിലേക്കാണ്. ഇന്ന് പാകിസ്ഥാന്റെ കളിയുണ്ട്. ആശ്വാസ ജയം തേടിയാണ് പാകിസ്ഥാൻ, ആതിഥേയരായ പാകിസ്ഥാൻ ഇറങ്ങുന്നത്. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ന്യൂസിലൻഡിനോടും ഇന്ത്യയോടും തോറ്റ ഇരു ടീമുകളും സെമി കാണാതെ പുറത്തായിരുന്നു. മാനം കാക്കാനുള്ള പോരാട്ടമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും. സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഒരു ജയമെങ്കിലും ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ അതിദയനീയമാകും. മാത്രമല്ല, ഇത്തരം തോൽവികളൊക്കെ സംഭവിച്ചാൽ അവിടുത്തെ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് അവിടെ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പെട്ടെന്ന് ടീമിനെ പിരിച്ചുവിടുക എന്നൊക്കെയാണ്. നമുക്ക് കണ്ട് അറിയാം. ഇതൊരു അഭിമാനം ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ആയിരുന്നു അവർ സംഘടിപ്പിച്ചത്. അതിൽ തന്നെ ഇങ്ങനെ ദയനീയമായ ഒരു സ്ഥിതി ആ ടീമിനുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഈ പറയുന്നത് പോലെ ഒരുപാട് ദയനീയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാധകർക്കുണ്ടാകുന്ന വിഷമവും അവർ പറയുന്ന കമന്റുകളും ഒക്കെ അത് വലിയ പ്രശ്നമാണ് ഇവിടെയും. നമുക്കിനി കമന്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് വന്നാലോ? വൈ നോട്ട്? എന്താണ് പുതിയ കമന്റുകൾ? പ്രദീപ് തുണ്ടത്തിൽ ഡേ പയ്യൻ ഒരു പാട്ട് പാടിയിട്ട് പോടെ എന്ന് പറയുന്നു. വിശ്വൻ നായർ ഒരു പാട്ട് കൂടി പാടിയിട്ടേ ഷോ അവസാനിപ്പിക്കൂ എന്ന് പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകൻ, അത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. എന്റെ തൊപ്പി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ തൊപ്പി വെക്കാൻ മറന്നുപോയതാണ്. അത് ഒരു ദിവസം ഒരു ആരാണത് കമന്റ് ചെയ്ത് ഞാൻ ഓർക്കുന്നില്ല, പേര് ഓർക്കുന്നില്ല. അവർ പറഞ്ഞു നല്ല
ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തൊപ്പി പൂർണ്ണമായിട്ടും മറച്ച സമയത്താണ് അങ്ങനെ ഒരു കമന്റ് വന്നത്. അതിൽ പിന്നെ തൊപ്പി ഇട്ടിട്ട് മോർണിംഗ് വാക്കിന് വരുന്നത് ക്രിസ്ത്യാനികളെ നിർത്തി. ഇനി അടുത്ത ദിവസം എന്നാണോ ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ തൊപ്പിയിട്ട് തന്നെ വരും കേട്ടോ. അപ്പൊ നമ്മുടെ നിർമ്മല ചേച്ചിയുടെ മോന്റെ പേര് ഹരികൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. യെസ്, നമുക്കൊരു സ്റ്റോറിയിലേക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു. ആ കമന്റിലൂടെ വായിച്ചോളൂ, പെട്ടെന്ന് വായിച്ചോളൂ. കിട്ടിയോ? അല്ല, കമന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇനി കുറെ കമന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ നമുക്ക് യെസ്. അപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് സ്റ്റോറിയിലേക്കാണ്. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് സമാപനമായി എന്ന വാർത്തയാണത്. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് തീർത്ഥാടക സംഗമം പൂർത്തിയായത്. 64 കോടിയിലേറെ തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പങ്കെടുത്തുവെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്ക്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ജനുവരി 13-ന് കുംഭമേള ആരംഭിച്ച ശേഷം 63.36 കോടി തീർത്ഥാടകർ പുണ്യസ്നാനം ചെയ്തുവെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ പ്രതിദിനം 1.25 കോടിയോളം തീർത്ഥാടകർ സ്നാനത്തിനെത്തി. അവസാന ദിനമായ മഹാശിവരാത്രി സ്നാനത്തിനായി 2 കോടിയോളം തീർത്ഥാടകരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതിലുമേറെ തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ എത്തി. വളരെ സുഖമുള്ളൊരു അനുഭവമാണ്. ഒരുപാട് സന്തോഷം. നാട്ടിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളായ കാരണം എത്തിപ്പെടാൻ സാധിച്ചില്ല ഇത്രയും ദിവസങ്ങളിൽ. എങ്കിലും മിസ് ചെയ്യരുതെന്നുള്ള ആഗ്രഹത്തിൽ അവസാന നിമിഷമാണെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് വരികയായിരുന്നു. മഹാകുംഭമേളയിലെ 6 അമൃതസ്നാനങ്ങളിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാനമാണ് മഹാശിവരാത്രിയിലേത്. വൻ ജനത്തിരക്കിനെ തുടർന്ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മേളനഗരിയിൽ ഒരുക്കിയത്. നേരത്തെയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജനത്തിരക്ക് കൈകാര്യം ചെയ്യാനും വൈദ്യസഹായത്തിനും ശുചീകരണത്തിനുമെല്ലാം സർക്കാർ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി. പ്രയാഗ്രാജിൽ നിന്നും 350ഓളം പ്രത്യേക ട്രെയിനുകൾ ക്രമീകരിച്ചു. 2027-ൽ നാസിക്കിലാകും അടുത്ത കുംഭമേള. 2031-ലാകും പ്രയാഗ്രാജിൽ വീണ്ടും കുംഭമേള നടക്കുക. കഴിഞ്ഞ 45 ദിവസങ്ങൾ ജനസഹസ്രങ്ങളാണ് ഈ ത്രിവേണി സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയത്. 144 വർഷങ്ങൾക്ക് ശേഷമുള്ള മഹാകുംഭമേളയ്ക്ക് ശേഷം ഇനി മറ്റൊരു കുംഭമേളയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രയാഗ്രാജ്. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. യെസ്, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് പൂർത്തിയാവാൻ സമയമാവുന്നു.